ഹായ് നമസ്കാരം, അഭിലാഷ് ആട്ടായമാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം നാളത്തെ കഴിഞ്ഞ് വെള്ളിയാഴ്ച കാത്തിരിക്കുകയാണ് ഒരു മൂവിക്ക് വേണ്ടി. ഒരു കഥ പറയുന്ന നേരം, ഒരു കൊച്ചു മൂവി. ഇത് കാണുവാൻ വേണ്ടി ഞാനും പെരേരയും എല്ലാവരും പ്രേക്ഷകരും കാത്തിരിക്കുന്നൊരു മൂവിയാണ്. അപ്പം ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എൻ്റെ പേര് മധുസൂദനൻ മാവേലിക്കര. ഓക്കെ, അപ്പോൾ സിനിമകളുടെ പേര് അയാൾ, വാസ്തവം രണ്ടിനും സ്റ്റേറ്റ് അവാർഡ് അല്ലേ കിട്ടിയ ഒരു. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് സാറ്. അതിലുപരി ഇത് കൂടാണ്ട് തന്നെ സൂര്യൻ എന്നൊരു സിനിമ, VM സാറിൻ്റെ പടമാണ് സൂര്യൻ. അതൊക്കെ ജയറാമേട്ടൻ അടിപൊളിയായിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ചെയ്ത സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ 10-16 എൻ്റെ ദൈവം, നല്ല നല്ല സിനിമകൾ 16 സിനിമകളല്ലേ പ്രൊഡ്യൂസ് ചെയ്തു. 17ാമത്തെയാണ് ഈ സിനിമ. അപ്പോൾ എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് നൽകുകയാണ്. അതിലുപരി ഈ ഒരു കഥ പറയും നേരം സിനിമയിൽ അഭിനയിച്ചു. ഒരു പാട്ട് പാടിയുണ്ടല്ലോ സാറേ, രണ്ടുപേരും ഒന്ന് മുളിക്ക്. എനിക്കെന്തമ്മോ വയറ് കത്തി പുകയിണന്തമ്മോ, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മോ, അമ്മച്ചിയെ വലയിണന്തമ്മോ. എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ. ഇത് ഞാൻ പറയാം. അപ്പോ ഒരു കഥ പറയുന്ന നേരം സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. നായകനെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ആദ്യ മൂവി ഏതായിരുന്നു? പ്രണയതീർത്ഥമായിരുന്നു ഫസ്റ്റ് മൂവി. പ്രണയതീർത്ഥം. ആ സിനിമയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമ വരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് സിനിമ വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക്? ഒരുപാട് പ്രതീക്ഷ. കൊച്ചു മൂവിയാണ്, നല്ല സബ്ജക്റ്റ് ആണത്. സംസാരശേഷിയില്ലാത്ത ഒരു ക്യാരക്ടറാണ് സിനിമയിൽ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പറയാനാ, നമ്മൾക്ക് ഈ സംസാരശേഷി ഇല്ലാത്ത ഏത് ആൾക്കാർക്കും നമ്മൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കും. അവര് ശരി. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ എഴുതി തരണം ഏത് തിയേറ്ററിൽ വന്നാലും. അപ്പൊ പ്രേക്ഷകരോട് ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ പല പല കളികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എല്ലാം തികഞ്ഞവരാരും ഇല്ല ഭൂമിയിൽ, എല്ലാം തികഞ്ഞവരാരും ഇല്ല. അപ്പം വേറെ രീതിയിൽ പറയല്ല സാറ് ഉദ്ദേശിച്ച് നമുക്ക് ഇപ്പൊ നമുക്ക് സംസാരശേഷി ഇല്ലാതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ടെൻഷൻസ് ഉണ്ടാവും, സംസാരിക്കാൻ കഴിയില്ല ദൈവമേ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയിലൂടെ കുറേ ഈ നായക കഥാപാത്രം ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പം സംസാരശേഷി സന്തോഷത്തിന് വേണ്ടി ഇല്ലാത്തവർ ധൈര്യമായിട്ട് വനിതാ വിനിതയിലാണ് അല്ലേ, എറണാകുളം വനിതാ വിനിത, എടപ്പള്ളിയിൽ വനിതാ വിനിത തിയേറ്ററിൽ വരിക. അപ്പോൾ സിനിമ അവിടെ റിലീസാണ്. അപ്പൊ നിങ്ങൾ വരിക, ഞങ്ങളും ഉണ്ടാവും, സിനിമ കാണാനായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കഥ പറയുന്നേരുന്ന സിനിമ പല പല കഥകളാണ് പറയുന്നത്. അപ്പോൾ ഗംഭീര ഒരു സിനിമാറ്റിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ പകർന്നു നൽകുന്നത്. അപ്പോൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നായകന്റെ പേര് നമ്മൾ പറഞ്ഞേ, നായിക സാറിന്റെ മോളാണ്. 2 വാക്കുകൾ. നായികനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരുപാട് സിനിമകളുണ്ട്, അതുപോലെ തന്നെ മോഡലിങ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണ്. അപ്പോൾ അതിലും ഒരുപാട് ടിക്ടോക്ക് അല്ലേ, എല്ലാം ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം മലയാള സിനിമയ്ക്ക് നല്ലൊരു നായികയെ ലഭിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ മോളി കണ്ണമാല ചേച്ചി കോളനി സിനിമയിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചാണ്. മോളി കണ്ണമാല ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ നായർ, ഷാലിപാല, അങ്ങനെ കലഭവൻ നാരായണൻകുട്ടി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, സുരേഷ്. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ എങ്ങനെ സിനിമയിലേക്ക് വന്നു? ഇത്രയും ആർട്ടിസ്റ്റുകൾ ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കഥാപാത്രങ്ങൾ വരുമ്പോൾ ഓരോരുത്തരെ ഞങ്ങൾ സെലക്ട് ചെയ്തു ആണല്ലേ. എന്തായാലും റിവ്യൂ മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ പെരേര എന്തായാലും ഇത് പ്രൊമോഷൻ നടത്തിയിരിക്കും. പ്രൊമോട്ട് എന്ന് പറയുന്നത് നല്ല സിനിമയായിട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ബാലൻസ് ആർട്ടിസ്റ്റുകളൊക്കെ ഇന്റർവ്യൂ ചെയ്യും പെരേര അല്ല. വരും ദിവസങ്ങളിൽ കുറെ സിനിമയ്ക്കും ഇന്റർവ്യൂ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണം. ഒരു കഥ പറയുന്ന നേരം ഓക്കെ, പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ആശംസകൾ നേരുന്നു, അല്ലാതെ പ്രാർത്ഥന അനുഗ്രഹം നേരുന്നു. ഒരു കഥ പറയുന്ന നേരം. അപ്പം എനിക്കെന്റെ അമ്മോ, എന്റെ അമ്മ, എനിക്കെന്റെ അമ്മോ, എനിക്കെന്റെ അമ്മോ, അമ്മച്ചേ എനിക്കെന്റെ അമ്മോ, എനിക്കെന്റെ അമ്മോ, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മോ, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിടുന്നമ്മോ, വലയിണന്തമ്മോ, അമ്മച്ചേ എനിക്കെന്റെ അമ്മോ, അമ്മച്ചേ എനിക്കെന്റെ അമ്മോ. അഡ്വാൻസ് ആയിട്ട് പറയാം, ഈ പാട്ട് സാറ് കണ്ടോ? അതായത് ഈ വീഡിയോ കഴിഞ്ഞ് സാറ് പറയും ഈ പാട്ട്
ഈ പാട്ട് വേറെ ലെവലാണ്. ഗാനമേളക്കാർ പാടും, ഒരുപാട് ടിക്ടോക്കിലൂടെ നമ്മുടെ ആട്ടായം പാടും, അഭിലാഷ് ആട്ടായം പാടും, പാടും, ഞാൻ പാടും. ഞാൻ ഞങ്ങൾ ഇത് പാട്ട്, കാരണം ഈ പാട്ട് ജനങ്ങൾ ഏറ്റെടുക്കും. ട്രെൻഡിങ് നാടൻ പാട്ടാണ്, മനുഷ്യന്റെ പാട്ടുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പൊളി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഒരു കഥ പറയേണ്ടി. അപ്പോൾ വെള്ളിയാഴ്ച വരിക, ഒരു കഥ പറയുന്ന നേരം സൂപ്പർ ഹിറ്റ് ആവട്ടെ. വെള്ളിയാഴ്ച വരിക. റിലീസ് ഇവിടെ എറണാകുളത്ത് പല തിയേറ്ററിലുണ്ട്, വനിതാ വിനിത ഉൾപ്പെടെ ഒരുപാട് തിയേറ്ററിലുണ്ട്. എല്ലാവരും സിനിമ വന്ന് കാണുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹം പ്രാർത്ഥന ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, ടാറ്റ.